ഹായ് എവരിവൺ, വെൽക്കം ടു ആംഗ്ലോവേഴ്സ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് IELTS എക്സാമിൻ്റെ A to Z അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളാണ്. ഇൻ അതർ വേർഡ്സ്, ഓൾ യു നീഡ് ടു നോ അബൌട്ട് ദി IELTS എക്സാം. സോ നിങ്ങൾക്ക് IELTSൻ്റെ എല്ലാ ഡൗട്ടുകളും ഈ വീഡിയോയിൽ തന്നെ ക്ലിയർ ആക്കാൻ പറ്റുന്നതാണ്. സോ ലെറ്റ്സ് ഗെറ്റ് ഓൺ വിത്ത് ഇറ്റ്. IELTS എന്ന് പറയുന്നത് ഒരു ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റാണ്. നിങ്ങളുടെ ലാംഗ്വേജ് ഉപയോഗിക്കാനുള്ള കേപ്പബിലിറ്റിയാണ് ഇവിടെ അളക്കുന്നത്, നിങ്ങളുടെ നോളജ് അല്ല. ഇതിൻ്റെ ഫുൾ ഫോം ഇൻ്റർനാഷണൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ടെസ്റ്റിംഗ് സിസ്റ്റം എന്നാണ്. ഓക്കെ, ഇത് പ്രധാനമായിട്ടും പുറത്തോട്ട്, അതായത് ഇന്ത്യക്ക് പുറത്ത്, മെയിൻലി വെസ്റ്റേൺ ഇംഗ്ലീഷ് സ്പീക്കിംഗ് കൺട്രീസിലോട്ട് പഠിക്കാൻ പോകാനോ ജോലിക്ക് പോകാനോ ഓർ ഡയറക്റ്റ് PR-നോ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. IELTSൻ്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ക്ലാസിഫിക്കേഷൻ വരുന്നത് രണ്ട് രീതിയിലാണ്. ഒന്ന് IELTS അക്കാഡമിക്, രണ്ട് IELTS ജനറൽ. എന്താ വ്യത്യാസം എന്ന് പറയാം. നിങ്ങൾ പഠിക്കാൻ വേണ്ടിയോ അല്ലെങ്കിൽ മെഡിക്കൽ പ്രൊഫഷൻസിന് അബ്രോഡ് പോവുകയാണെങ്കിലോ എഴുതേണ്ടതാണ് IELTS അക്കാഡമിക്. അറ്റ് ദ സെയിം ടൈം ജോബിന് വേണ്ടിയിട്ടോ ഡയറക്റ്റ് PR-നോ നോക്കുന്നവരാണെങ്കിൽ എഴുതുന്നതാണ് IELTS ജനറൽ. ഇനി നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് മൊഡ്യൂൾസിനെ പറ്റിയാണ്. IELTSൽ 4 മൊഡ്യൂൾസാണുള്ളത്: ലിസണിങ്, റീഡിങ്, റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഒന്നാമതായി ലിസണിങ് മൊഡ്യൂൾ. ലിസണിങ് മൊഡ്യൂൾ എന്താ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കനേഡിയൻ, ബ്രിട്ടീഷ്, അമേരിക്കൻ ആക്സെൻറ്റിലുള്ള ഒരാൾ സംസാരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള മൊഡ്യൂളാണ്. കമ്പാരിറ്റീവ്ലി IELTSലെ ഈസിയർ മൊഡ്യൂളായിട്ട് അറിയപ്പെടുന്നു. സെക്കൻഡ്ലി, ദ റീഡിംഗ് മൊഡ്യൂൾ. ഒരു റിട്ടേൺ ടെക്സ്റ്റ് വായിച്ച് അത് മനസ്സിലാക്കി അതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നാണ് റീഡിംഗ് മൊഡ്യൂൾ ചെക്ക് ചെയ്യുന്നത്. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ 10th സ്റ്റാൻഡേർഡ് ഇംഗ്ലീഷ് ക്വസ്റ്റ്യൻ പേപ്പർ പോലെയാണ്. ഒരു പാരഗ്രാഫ് ഉണ്ടാവും, താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ക്വസ്റ്റ്യൻ വായിച്ച് പാരഗ്രാഫിൽ നിന്ന് ഉത്തരം കണ്ടെത്തുക. ദിസ് ഈസ് IELTS റീഡിംഗ്. റൈറ്റിംഗ് മൊഡ്യൂളിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് 1 മണിക്കൂറിനുള്ളിൽ 2 എസ്സേ എഴുതേണ്ടതുണ്ട്. 20 മിനിറ്റുള്ള ചെറിയ എസ്സേയും, വിച്ച് ഈസ് നോൺ ആസ് ടാസ്ക് 1, 40 മിനിറ്റുള്ള വലിയ എസ്സേയും, ടാസ്ക് 2 എന്നറിയപ്പെടും. അക്കാഡമിക്കാർക്കും ജനറലാർക്കും റൈറ്റിങ്ങിൻ്റെ മെത്തഡോളജിയും റൂൾസും എല്ലാം ഡിഫറെൻ്റ് ആണ്. ദ സ്പീക്കിംഗ് മൊഡ്യൂൾ ഈസ് ഗോയിങ് ടു ബി 50-minute ഇൻ്റർവ്യൂ. പാർട്ട് 1, പാർട്ട് 2, പാർട്ട് 3 ഇങ്ങനെ 3 ക്ലാസിഫിക്കേഷൻ സ്പീക്കിംഗ് മൊഡ്യൂളിലിട്ട് LRW, അതായത് ലിസണിങ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ് മൊഡ്യൂൾസിൻ്റെ കൂടെ അല്ലാതെ ഒരു സെപ്പറേറ്റ് ഡേയിലായിരിക്കും നിങ്ങളുടെ സ്പീക്കിംഗ് എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുക. ഓർത്ത് വെക്കേണ്ട മറ്റൊരു കാര്യം, ഐദർ ഫേസ് ടു ഫേസ് ഓർ വീഡിയോ കോൾ ആയിട്ടായിരിക്കും സ്പീക്കിംഗ് മൊഡ്യൂൾ കണ്ടക്ട് ചെയ്യപ്പെടുക. IELTSൻ്റെ സ്കോറിങ്ങിലേക്ക് വരുമ്പോൾ 1 മുതൽ 9 വരെയുള്ള ഡിഫറെൻറ്റ് ബാൻഡുകളായിട്ടാണ് ഇതിൻ്റെ റേഞ്ച് രൂപപ്പെടുത്തിയിട്ടുള്ളത്. 2 മൊഡ്യൂൾസ് ക്വാളിറ്റേറ്റീവും 2 മൊഡ്യൂൾസ് ക്വാണ്ടിറ്റേറ്റീവുമാണ്. ക്വാണ്ടിറ്റേറ്റീവ് ആയിട്ടുള്ള മൊഡ്യൂൾസ് എന്ന് പറയുന്നത് ലിസണിങ് ആൻഡ് റീഡിംഗ് ആണ്. അതായത് 40-ൽ നിങ്ങൾക്ക് കിട്ടുന്ന സ്കോർ അനുസരിച്ചായിരിക്കും നിങ്ങളുടെ ബാൻഡ് സ്കോർ നമുക്ക് കിട്ടുക. 27 ആണെങ്കിൽ 6.5, 30 ആണെങ്കിൽ 7, അങ്ങനെ വ്യത്യസ്തപ്പെട്ടിരിക്കും. അതേസമയം റൈറ്റിംഗ് ആൻഡ് സ്പീക്കിംഗ് ക്വാളിറ്റേറ്റീവ് മൊഡ്യൂൾസ് ആണ്. ഇനി എക്സാം ടൈപ്പുകളെ പറ്റി പറയാം. 2 രീതിയിലാണ് നിങ്ങൾക്ക് IELTS എക്സാം അറ്റംപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഒന്ന് പെൻ ആൻഡ് പേപ്പർ, 2 കമ്പ്യൂട്ടർ ബേസ്ഡ്. 90% സ്റ്റുഡൻസും ഓപ്റ്റ് ചെയ്യുന്നത് പെൻ ആൻഡ് പേപ്പർ ആണ്. ബാക്കി 10% കമ്പ്യൂട്ടർ ബേസ്ഡ് ഓപ്റ്റ് ചെയ്യുന്ന സ്റ്റുഡൻസ് കമ്പാരിറ്റീവ്ലി ടൈപ്പിംഗ് സ്പീഡ് കൂടുതലുള്ളവരാണ്. എക്സാം ഫീസ് എന്ന് പറയുന്നത് ഇന്ത്യയിൽ എവിടെയും 17,000 റുപ്പീസാണ്. GCC കൺട്രീസ് ആണെങ്കിൽ 22,000 മുതൽ 26,000 വരെയുള്ള ആ ഒരു റേഞ്ചിൽ വ്യത്യാസം വരും. പെൻ ആൻഡ് പേപ്പർ എക്സാംസ് എല്ലാ ശനിയാഴ്ചകളിലും കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പെൻ ആൻഡ് പേപ്പർ എക്സാംസിൻ്റെ റിസൾട്ട് 13 ദിവസത്തിന് ശേഷം, അതായത് എക്സാം ഡേയുടെ 13 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. കേരളത്തിൽ ഏകദേശം 14ഓളം സെൻറ്ററുകളിൽ IELTS എക്സാം കണ്ടക്ട് ചെയ്യപ്പെടുന്നുണ്ട്. പ്രധാനമായിട്ടുള്ള സെൻറ്റേഴ്സ് എന്ന് പറയുന്നത് കാലിക്കറ്റ്, കൊച്ചി ആൻഡ് ട്രിവാൻഡ്രം. ഒരു സാമ്പിൾ ടെസ്റ്റ് റിസൾട്ട് ഫോം ഏകദേശം ഇതുപോലെ ഇരിക്കും. ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നത് നിങ്ങളുടെ IELTS എക്സാം റിസൾട്ട് വന്ന് 4 ഡേയ്സിന് ശേഷമാണ്. അത് IDP വെബ്സൈറ്റിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇതുകൂടാതെ എത്ര നാളാണ് IELTS പ്രിപ്പയർ ചെയ്യേണ്ടത്, ഇത് എത്രത്തോളം ടഫാണ്, ഏത് ടൈപ്പ് മെറ്റീരിയൽസ് ആണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത്, എന്താണ് ഇത് പഠിക്കാനുള്ള ബേസിക് അപ്രോച്ച് എന്നിങ്ങനെ കുറേ കാര്യങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഇതിനുവേണ്ടി ഒരു ഫ്രീ ഡെമോ ക്ലാസ് ആംഗ്ലോവേഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ടു അറ്റൻഡ് ദ ക്ലാസ്, യൂസ് ദ ലിങ്ക് ഗിവൺ ഇൻ ദ ഡിസ്ക്രിപ്ഷൻ. താങ്ക് യു സോ മച്ച് ആൻഡ് ഐ വിൽ സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.